بسم الله الرحمن الرحيم. نويت الاعتكاف في هذا المسجد لله تعالى. الله سبحانه وتعالى വേണ്ടി ഞാൻ ഈ പള്ളിയിൽ എഴുത്തിക്കാഫിനെ കരുതിയെന്ന നിയത്തോടുകൂടിയിരിക്കുക. അല്ലാഹു നമ്മെ കബൂൽ ചെയ്യട്ടെ. പരിശുദ്ധമായ ആശൂറാഫിൻ സുദിനത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസത്തിന്റെ എല്ലാ ബറക്കത്തും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, മുസ്തഫായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസ് ഇമാം അബൂ ദാവൂദും തുർമുദിയും ഒക്കെ ഉദ്ധരിക്കുന്നത് ഇങ്ങനെ കാണാം. അൽമർഉ അലാ ദീനി ഖലീലിഹി, ഒരുത്തൻ ആരെയാണോ പിൻപറ്റുന്നത്, ആരോടാണോ പ്രാമുഖ്യം കാണിക്കുന്നത്, അയാളുടെ മതത്തിലും അയാളുടെ ആചാരത്തിലും ഒക്കെ ആയിരിക്കും അവൻ ഉണ്ടാവുക എന്ന ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് സജ്ജനങ്ങളോട് കൂടി ഒരു വിശ്വാസിയായ മനുഷ്യൻ ചേർന്ന് നിൽക്കണം എന്നതിന് പ്രചോദനം തരുന്ന ഒരു ഹദീസാണ്. 100 വർഷങ്ങൾക്ക് മുമ്പ് ആ കാലഘട്ടത്തിലെ സജ്ജനങ്ങളും ഔലിയാക്കളും ആരിഫീകളും ഒക്കെയായ ആളുകൾ സ്ഥാപിച്ച ഒരു മഹത്തായ പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത്. അതൊരു ജൂൺ 26-നായിരുന്നു രൂപീകൃതമായത്. ഇന്ന് ജൂൺ 26-ആണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപക ദിനം. നമ്മുടെ എല്ലാ മഹല്ലുകളിലും ഇന്ന് ജുമുഅക്ക് ശേഷവും അതിന്റെ മുമ്പൊക്കെയായി പതാക ഉയർത്തലും പ്രാർത്ഥനകളും ഒക്കെ നടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മളും ജുമുഅന്റെ ശേഷം എല്ലാവരും മദ്രസയുടെ അങ്കണത്തിൽ വരികയും പതാക ഉയർത്തി പ്രാർത്ഥന നിർവഹിച്ചതൊക്കെ പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകാം. എല്ലാവരും അതിന് പങ്കെടുക്കണമെന്ന് വളരെ ഗൗരവത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടിയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചത്? പാരമ്പര്യ ഇസ്ലാമിന് വിരുദ്ധമായ ചില പ്രവർത്തനങ്ങളും പ്രചരണങ്ങളുമായി കൊണ്ട് ചില സംഘടനകൾ രംഗത്ത് വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ മഹീത പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടത്. ഈ മഹത്തായ പ്രസ്ഥാനം 14 നൂറ്റാണ്ട് മുമ്പ് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീമിന്റെ വഴിയാണ്. മറ്റു സംഘടനകൾക്കൊന്നും ഇല്ലാത്ത വിധം, മറ്റു മതസംഘടനകൾക്കൊന്നും അവകാശപ്പെടാനാകാത്ത വിധം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പടർന്നു പന്തലിച്ച് ഈ ഉമ്മത്തിന് മാതൃക കാട്ടി മുന്നേറുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം അതിന്റെ ആദർശം സത്യമാണ് എന്നതാണ്. സത്യമായതുകൊണ്ടാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ യഥാർത്ഥ വഴിയാണ് എന്നതുകൊണ്ടാണ് കാറ്റിലും കോളിലും ആടാതെ ഉലയാതെ തകരാതെ ഈ ബഹുമാനപ്പെട്ട പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ഈ ആദർശം ശരിയാണ് എന്നതിന്റെ തെളിവുണ്ട് എന്ന് ചോദിച്ചാൽ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖസസിലെ 83-ാമത്തെ ആയത്ത് അല്ലാഹു പറയാ, എന്താ പറയുന്നത്? തിൽക ദാറുൽ ആഖിറ നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. അല്ലാഹുവിന്റെ പാദത്തിലെ ലോകത്തെ വിജയം അത് അല്ലാഹു തയ്യാർ ചെയ്തിട്ടുള്ളത് ചില ആളുകൾക്കാണ്. എന്താണ് അവരുടെ പ്രത്യേകത? അവര് ഭൂമിയുടെ മുകളിൽ ജീവിക്കുമ്പോ അവർക്ക് പത്രാസ് അവർ ലക്ഷ്യം വെക്കുന്നില്ല, പണം അവർ ലക്ഷ്യം വെക്കുന്നില്ല, മറ്റെന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങളില്ലാതെ വിനയാന്വിതമായി അള്ളാഹുവിന്റെ ഭൂമിയിൽ ജീവിക്കുന്നവർ.
ഒരു ഫസാദും ഭൂമിയിൽ ഉണ്ടാക്കാത്ത ആളുകൾ, അത്തരം ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകൾ അങ്ങനെയുള്ള മുത്തഖീങ്ങളായ ആളുകൾക്കാണ് അന്തിമ വിജയമെന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ഈ ആയത്തിനെ തങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ വരച്ചു കാണിച്ചു തന്നവരായിരുന്നു ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാന്റെ മഹാന്മാരാകുന്ന മുൻകഴിഞ്ഞവരും നിലനിൽക്കുന്നവരുമായ നേതാക്കന്മാർ എന്നത് പകൽ വെളിച്ചപ്പോടെ യാഥാർത്ഥ്യമാണ്. ദുനിയാവിൽ അവർ ഉയർച്ച ആഗ്രഹിച്ചിട്ടില്ല. മാത്രമല്ല, അവരുടെ മരണം നമുക്കൊക്കെ നൽകുന്ന വലിയ സന്ദേശം ഈ വഴി സത്യത്തിന്റെ വഴിയാണ് എന്നതാണ്. ചോക്കാട്ടുകാരായ നമുക്ക് ആദിനാവിനോട് ജാതിനോട് ഹൃദയം ചേർന്ന് നിൽക്കുന്ന നമുക്ക് ബഹുമാനപ്പെട്ട KT മുസ്ലിയാരെ കുറിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ലെങ്കിലും നമ്മുടെ മഹല്ലിന്റെ ഉൾപ്പെടെ നമ്മുടെ സമീപ പ്രദേശങ്ങളിലെ വിധങ്ങളാകുന്ന ആത്മീയ പ്രസ്ഥാനങ്ങളുടെ മഹല്ലുകളുടെ കാവലിയായിരുന്ന, അതിനൊക്കെ മുഖ്യ കാര്യദർശിയായി മുന്നിൽ നിന്നിരുന്ന മഹാനാകുന്ന KT മുസ്ലിയാർ ഈ ആയത്തിനെ അനുധാവനം ചെയ്തത് ജീവിച്ച് വിടവറഞ്ഞ പോലെ കർമ്മയോഗിയാണെന്നതിൽ ഇരിക്കുന്ന ഒരാൾക്ക് പോലും എതിർത്തു പറയാനാകില്ലെന്നത് തീർച്ചയാണ്. നിങ്ങൾ അദ്ദേഹത്തിന്റെ വഫാത്തിലും ഉസ്താദിൽ വിളിച്ചു ചേർത്ത അദ്ദേഹം സ്വാഗത സംഘം ചെയർമാനായിരുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ എന്ന് പറയുന്ന കൂട്ടായ്മയുടെ സുവർണ്ണ ജൂബിലി മഹാസമ്മേളനം കോഴിക്കോട് വെച്ച് നടക്കുന്ന ഘട്ടം താൻ വിളിച്ചു ചേർത്ത ജനലക്ഷങ്ങളെ സാക്ഷിയാക്കി അദ്ദേഹത്തിന് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടപ്പോ അദ്ദേഹത്തെ ആംബുലൻസിലേക്ക് കയറ്റാം. അന്ന് ആംബുലൻസിലേക്ക് കയറ്റിയപ്പോ ഉസ്താദ് ഭക്ഷണം കൊടുക്കാനും മറ്റൊക്കെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ആളുകൾ ഈ വിനീതൻ ഇങ്ങോട്ട് വരുന്നതിന്റെ തൊട്ടു മുമ്പ് നിന്ന മഹല്ലിയുടെ പ്രസിഡന്റാണ്. ഇന്ന് രാവിലെ വീരാങ്കോയ വിളിച്ച് മൂപ്പരെ പോലീസ് റെക്കോർഡുണ്ട്. ആ റെക്കോർഡിന്റെ തെളിവുണ്ട്. മൂപ്പരിൽ അദ്ദേഹം ഉസ്താദിന്റെ ദേഹാസ്വസ്ഥത അനുഭവിച്ച നേരത്തെ ആംബുലൻസിലേക്ക് കയറ്റി അങ്ങനെ കൊണ്ടുപോകുന്ന നേരത്ത് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോ മൂപ്പരെ കയ്യിലുണ്ടായിരുന്ന കുട്ടിയാണ് കൊടുത്തിരുന്നത്. കരിമ പല തവണ ഉറക്കെ ചൊല്ലിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയി എന്ന് മാത്രമല്ല, മഹാനാകുന്ന KT മുസ്ലിയാരെ ജനലക്ഷങ്ങൾക്കിടയിലേക്ക് കൊണ്ടുപോകാൻ താൻ വിളിച്ചു ചേർത്ത ദശലക്ഷക്കണക്കിന് ആളുകളെ കൊണ്ട് ആ കൂടി നിൽക്കുന്ന ജനലക്ഷങ്ങളും മുഴുവനും മഹാനാകുന്ന പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് പിന്നിൽ അണിനിരന്നുകൊണ്ട് KT മുസ്ലിയാർക്ക് ജനാസ നിശ്ചയിച്ചെങ്കിൽ പ്രിയമുള്ളവരെ ഇത്രയും മനോഹരമായ ഒരു മരണം അത് അല്ലാഹുവിന്റെ ഖുർആനിൽ പറയുന്നത് മുത്തഖീങ്ങൾക്കാണ് അങ്ങനെ ഒരു മനോഹരമായ മരണം ഉണ്ടാകുന്നത്. ഈ അടുത്താണ് മഹാനുഭാവൻ അന്ത്യവിശ്രമം കൊള്ളുന്നതും. അല്ലാഹുവിന്റെ ദറജകൾ ഉയർത്തിക്കൊടുത്താൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ചിന്തിക്കണം നമ്മൾ. അദ്ദേഹം ഒരു വിവരത്തുകാരനായിരുന്നുവെങ്കിൽ, അദ്ദേഹം ഒരു വലായത്ത് പ്രചരിപ്പിച്ചിരുന്ന ആളായിരുന്നെങ്കിൽ എങ്ങനെ അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു മനോഹരമായ മരണം വഹിക്കാനായി നമ്മൾ ചിന്തിക്കണം. അതാണ് നമുക്ക് ബോധം നൽകിയിരിക്കട്ടെ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളൊക്കെ ഇവിടെ ജീവിക്കുന്നത് സ്വർഗം കിട്ടണമെന്ന കൊതിയുണ്ട്. ഇന്ന് ആശുവാഹിന്റെ മുമ്പ് പിടിച്ച് പള്ളിയിൽ വന്ന് നമ്മൾ നിൽക്കുന്നത് ഒരു കൊല്ലത്തെ പാവമൊന്നും കൊടുക്കുകയും ഇരുക്കലുകൊണ്ട് സ്വർഗം കിട്ടുമെന്ന് ആഗ്രഹിച്ചിട്ടാണ്. എന്നാൽ സ്വർഗം കിട്ടണമെങ്കിൽ ആക്കിവത്ത് നന്നാകണം. ആക്കിവത്ത് നന്നാകണമെങ്കിൽ നമ്മുടെ വിശ്വാസം ശരിയാകണം. യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആ കൃത്യമായ വഴിയിൽ നമ്മളൊക്കെ വിശ്വസിക്കണം. ആ കൃത്യമായ വഴിയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ വിഭാവനം ചെയ്യുന്നത്. അതേക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് അതിൽ നമ്മളൊക്കെ ഉറച്ചു നിൽക്കുകയും തലമുറകളെ ഉറച്ചു നിർത്താനുള്ള ശ്രമം നമ്മളൊക്കെ നിർവഹിക്കുകയും ചെയ്യണമെന്ന്
ഈ സ്ഥാപക ദിനത്തിന്റെ സന്ദേശമായി വസീയത്തായി ഓർമ്മപ്പെടുത്താൻ ഈ സന്ദേശം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മുടെ ആഖിറത്തിനെ നന്നാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.